ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു അച്ചാറാണ്. ഇത് കുറേ കാലം കേടുകൂടാതിരിക്കുന്ന ഒരു അച്ചാറാണ്. നമ്മളിതിൽ യാതൊരു പ്രിസർവേറ്റീവ്സും ചേർത്തിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതിൽ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനുടൻ നോട്ടിഫിക്കേഷൻസ് വരൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ലോലോലിക്കയെ നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി വെള്ളം നല്ലപോലെ വെട്ടി തിളയ്ക്കും. ഇത് അധിക സമയം തിളപ്പിക്കേണ്ട. ഇപ്പം തിളച്ച വെള്ളമാണ്. അപ്പോൾ 1 മിനിറ്റ് കൂടെ ഓൺ ചെയ്ത് വെച്ചിട്ട് പിന്നെ ഞാൻ ഓഫ് ചെയ്ത് കൊടുത്തു. അധിക നേരം ഇത് വേവിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇത് തണുത്തതിന് ശേഷം ബോട്ടിലിലാക്കി വയ്ക്കാം. ഇനി നമുക്ക് നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ബോട്ടിലെടുക്കാം. എന്നിട്ട് നമ്മൾ റെഡിയാക്കിയ ഉപ്പ് വെള്ളത്തിൽ നിന്ന് കുറച്ച് ഈ ബോട്ടിലിലും ഇതിൻ്റെ അടപ്പിലുമൊക്കെ ഒന്ന് ഒഴിച്ച് കഴുകിയതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചത് ഇപ്പോൾ തണുത്തിട്ടുണ്ട്, അത് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഉപ്പിലിട്ട് വെച്ചിട്ട് ഒരു 2-3 ദിവസം ആയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഉപ്പ് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയാക്കി എടുക്കാം. ഇനി നമുക്ക് അതേ പാനിൽ തന്നെ കടുക് കൂടെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ കടുക്, ഇത് ഒന്ന് ചൂടായാൽ മതി. പൊട്ടി തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അതേ പാനിൽ നല്ല ചൂടുണ്ട്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുത്തു. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി, ഇതുപോലെയാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒന്ന് ഫ്ലെയിം നല്ലപോലെ കുറച്ച് വയ്ക്കണം, പൊടി കരിഞ്ഞു പോകരുത്. മുളകിൻ്റെ കളറ് മാറണ്ട, പക്ഷേ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ആ പച്ച ചുവ മാറണം. ഫ്ലെയിം ഞാൻ നല്ലപോലെ
അപ്പോൾ നമ്മൾ പൊടിച്ചെടുത്ത ഇതുകൂടെ ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഫൈൻ പൗഡറായിട്ട് പൊടിക്കണ്ട, ഒന്ന് ജസ്റ്റ് പൊടിച്ചാൽ മതി. ഇനി നമുക്ക് നമ്മൾ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന ലവലോലിക്ക ഇതിൽ ഒഴിച്ച് കൊടുക്കാം. നല്ല ഒരു ഡ്രൈ ആയിട്ടുള്ള പാത്രം എടുക്കണം. അപ്പോൾ നമ്മൾ നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രത്തിൽ കുപ്പിയിൽ വെച്ചിരുന്ന ലവലോലിക്ക എടുത്തു. ഇത്രയും വെള്ളം നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ഈ വെള്ളം നമുക്ക് തിരിച്ച് കുപ്പിയിൽ തന്നെ ഒഴിക്കാം. എന്നിട്ട് നമുക്ക് മുളകൊക്കെ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 5 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ചൂടാകുമ്പോൾ കുറച്ച് കടുകിടാം. ഒരു 2 അപ്പോൾ നമ്മൾ ആ എണ്ണ തണുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഉപ്പെല്ലാം പാകത്തിനുണ്ട്. ഉപ്പ്, എരിവ്, പുളി എല്ലാം തന്നെ പാകത്തിനുണ്ട്. അപ്പോൾ നമ്മളിതിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. പക്ഷേ നമ്മൾ സൂക്ഷിക്കണം കുറച്ച് കാര്യങ്ങൾ. ഡ്രൈ ആയിട്ടുള്ള സ്പൂണ് മാത്രമേ ഇടാവൂ. ഇത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബോട്ടിലിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. പുറത്ത് വേണമെങ്കിലും കുറേ ദിവസം കേടുകൂടാതിരിക്കും. ഫ്രിഡ്ജിൽ വേണമെങ്കിലും വെക്കാം. പക്ഷേ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഡ്രൈ ആയിട്ടുള്ള സ്പൂണ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. നമ്മൾ ഈറനായിട്ടുള്ള സ്പൂണ് അതൊന്നും ഇടാൻ പാടില്ല. അങ്ങനെയൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ എത്ര കാലം വേണമെങ്കിലും കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി. ചിൽ ദെൻ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.